സാദാത്തുക്കൾക്ക് ഭവനങ്ങൾ മർക്കസിന്റെ ഒരു പ്രോജക്റ്റാണ്. പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്കും പാവപ്പെട്ട ആളുകൾക്കും വേണ്ടിയുള്ള ഭവനങ്ങൾ, ഡ്രീം ഹോംസ്, സമസ്തയുടെ കീഴിൽ ദാറുൽ ഖൈർ പദ്ധതികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് മർക്കസ് നൽകുന്ന ഭവന പദ്ധതികൾ, പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ, അനാഥരായ കുട്ടികൾ, യതീം മക്കളെ സഹായിച്ചുകൊണ്ടുള്ള കഫാലത്തുകൾ, മുതഅല്ലിമുകളെ വളർത്തുന്ന അതിവിശാലമായ 10,000 മുതഅല്ലിമുകളെ ഒച്ചു വളർത്തി ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവരെ പാകമാക്കിയെടുക്കുന്ന ജാമിഅ മർക്കസിന്റെ കീഴിലുള്ള നിരവധി കുല്ലിയകളും സാനവിയകളും കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും. അങ്ങനെ തഹമ്മുലിന്റെ സഹായത്തിന്റെ മേഖലയിൽ എന്തെല്ലാം ആയിരക്കണക്കിന് കുടിവെള്ള പദ്ധതികൾ ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിൽ. വീടില്ലാത്തവർക്ക് വീടും, കൃഷിയിടങ്ങൾ കൃഷി ചെയ്യിക്കാൻ വേണ്ടി മോട്ടോർ പമ്പുകൾ വെച്ച് കൃഷിയിടങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, തൊഴിൽ നൽകുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി ആ വിശാലമായ തിരുറസൂലിന്റെ സന്ദേശത്തെ ഉൾക്കൊണ്ടാണ് മർക്കസ് മുന്നോട്ട് പോകുന്നത്. ഇല്ലാത്തവന്, അപലർക്ക്, അഗതികൾക്ക് അത്താണിയായി നിലകൊള്ളുന്നു. അതിഥികളെ സ്വീകരിക്കുന്നു. UAE ഗവൺമെന്റിന്റെ ഗായക സംഘത്തെ, മാലിദ് സംഘത്തെ ബഹ്റൈനിലെയും കുവൈത്തിലെയും സൗദി അറേബ്യയിലെയും അമേരിക്കയിലെയും യൂറോപ്പിന്റെയും പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളെ ഈ നാട്ടിൽ ക്ഷണിച്ചു വരുത്തി അവരെ അതിഥികളായി സ്വീകരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, കശ്മീരിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ധാരാളം ആളുകൾ. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾക്ക് അപ്പുറം മനുഷ്യരെ സ്നേഹിക്കുകയും മനുഷ്യരെ ആദരിക്കുകയും ചെയ്യുന്ന മർക്കസ് ഉസ്താദിനെ തേടി ക്രിസ്തീയ പാതിരിമാർ, ഹിന്ദുമതത്തിന്റെ ആചാര്യന്മാർ, രാഷ്ട്രീയ പ്രമുഖർ എല്ലാവരും വരുന്നത് ഇസ്ലാമിന്റെ ആ ഒരു ആദിത്യ മര്യാദയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിത രീതിയെ ലോകത്തിന് കാണിക്കുന്നതിൽ മർക്കസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്തിനും ധൈര്യപൂർവ്വം മുന്നിൽ നിൽക്കുന്ന, അവരെ സഹായിക്കുന്നതിന്, പീഡിതന്റെ കൂടെ നിൽക്കുന്നതിന്, ഏതു ഭാഗത്തു നിന്ന് എന്ത് വിമർശനങ്ങൾ ഉണ്ടായാലും എതിർപ്പുകൾ ഉണ്ടായാലും ഉമാലകളായെടുത്ത് ആ സമൂഹത്തോട് കൂടെ നിൽക്കുന്ന ആ ഒരു പ്രവർത്തനം, അതിന്റെ ഭാഗമാണ്. അതിന്റെ ആ ഒരു ആശയത്തിന്റെ യഥാർത്ഥ പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഉസ്താദ് എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തങ്ങൾ ലോകത്തിൽ ലഭിച്ചിട്ടുള്ള ആ അനുഗ്രഹത്തെ അത് പ്രകടമാക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊപ്പം എപ്പോഴും നിൽക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് മൗലിദ് ആസ്വദിച്ചാർക്കും മതിയായിട്ടില്ല. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ജാമിഉൽ ഫുതൂഹിൽ വെച്ച് ഈ സംഘം ഒന്നുകൂടെ മൗലിദ് ആലപിക്കാം എന്നേറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉസ്താദ് അവരുടെ വാർഷിക പ്രഭാഷണമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്ന ഒരു മുഖ്യ കർമ്മം. അതുപോലെ ബഹുമാനരായ സയ്യിദ് ബദർ സാദാത്ത് അവരുടെയും പേരോട് ഉസ്താദ് അവരുടെയും പ്രഭാഷണങ്ങളും ദുആയും അവസാനം ബൈത്ത് ചൊല്ലിയിട്ട് ഈ പരിപാടി അവസാനിക്കും. 9 മണി ആകുമ്പോൾ തന്നെ അവസാനിപ്പിക്കണം. 9 വരെ പോയാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് സയഖൂമു ബിഇഫ്തിതാഹി هذه الجلسة المباركة بكلمة الافتتاحية سعادة المستشار حمد الدوسري من البحرين. ബഹ്റൈനിലെ സുപ്രീം അപ്പലേറ്റ് കോർട്ടിന്റെ ഹെഡായിരുന്ന അവിടുത്തെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്ന ജനാബ് ഹമദ് ദൗസരി അവർ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. سعادة الدكتور يوسف عبد الغفار العباسي تفضل شيخ.
തുടങ്ങി ധാരാളം അതിഥികൾ ഈ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. മർക്കസ് നോളജ് സിറ്റിയിൽ ഇന്ന് അവിടെ നടന്നിരുന്ന ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വന്നിരുന്ന ധാരാളം അതിഥികൾ, ചിലർക്കൊക്കെ വളരെ വൈകിയപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയാത്തവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളൊക്കെ വിവിധ പരിപാടികളിലായി അവർ സംബന്ധിക്കുകയും UN സെക്രട്ടറി ജനറലിന്റെ അഡ്വൈസർ ഉൾപ്പെടെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാടുകളിലെ ഇടുങ്ങിയ വളഞ്ഞു തിരിഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇനിയൊന്നും 1 മണിക്കൂർ ദൂരം വീണ്ടും സഞ്ചരിക്കാൻ പറ്റുമോ എന്ന ആശങ്കയിൽ ചിലർ ഈ സദസ്സിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാനരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ജനപ്രതിനിധികൾ, വിവിധ മത സഹോദരങ്ങൾ, രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരെയും പ്രത്യേകമായി ഈ സദസ്സിന്റെ സൗഹാർദ്ദവും സന്ദേശവും അറിയിച്ചുകൊണ്ട് ബാക്കി പരിപാടികളിലേക്ക് സന്തോഷപൂർവ്വം കടക്കുന്നു. ബഹ്റൈനിലെ മുൻ പരമോന്നത ശരിയാത്ത് അപ്പീൽ കോടതി അധ്യക്ഷൻ സമാഹത്തുൽ മുസ്തശാർ അഹമ്മദ് ബിൻ സാമി അൽ ഫദുൽ അദ്ദൗസരി ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. الحمد لله الذي خصنا بخير كتاب أنزل